ഇപ്പോൾ എന്നെയൊക്കെ ദേശീയ മുസ്ലിം എന്ന് പറഞ്ഞാൽ അബ്ദുള്ള കുട്ടീനെ പോലെ പറയും. ഈ നാളുകൾക്ക് ദേശീയ മുസ്ലിം എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയുമോ? എന്താ ദേശീയ മുസ്ലിം? എൻ്റെ ഗ്രാൻഡ് ഫാദർ ഫ്രീഡം ഫൈറ്റർ, അതേ ദേശീയ മുസ്ലിമായിരുന്നു. എൻ്റെ വാപ്പ കോൺഗ്രസിൻ്റെ നാട്ടിലെ നേതാവായിരുന്നു, അതേ ഫ്രീഡം ഫൈറ്ററായിരുന്നു. അത് ഈ ഫക്രുദ്ദീൻ എല്ലാ ചർച്ചയും പറയുന്നല്ലേ എന്ന് ചിലവന്മാർ പറയും. എന്തുകൊണ്ടാണ് പറയുന്നത്? എൻ്റെ വാപ്പയും വല്യപ്പാക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ്. അല്ലാതെ ഇവൻ്റെ വാപ്പയും വല്യപ്പൊക്കെ ആ സമയത്ത് ബ്രിട്ടീഷുകാർക്ക് മൂടും താങ്ങി നടക്കുകയായിരുന്നു. നമ്മുടെ MG സോമൻ ലേലത്ത് പോകുന്ന ഡയലോഗ് പോലെ. ആ ഡയലോഗ് ഞാനിപ്പോൾ പറയുന്നില്ല, കുളിപ്പിക്കണം കിടത്തണം പറയുന്നില്ലേ. അപ്പോൾ അങ്ങനെ അന്ന് എൻ്റെ വല്യപ്പനെയൊക്കെയാണ് ആദ്യം ഈ പറയുന്നത് ദേശീയ മുസ്ലിങ്ങൾ എന്ന് ഇവന്മാർ കളിയാക്കി തുടങ്ങി. എന്താണ് ദേശീയ മുസ്ലിങ്ങൾ? ഇവിടെ മുസ്ലിങ്ങൾ ഭൂരിപക്ഷവും ജിന്നയുടെ കൂടെ കൂടി പാകിസ്ഥാന് വേണ്ടി വാദിച്ചപ്പോൾ അതല്ല, ഇന്ത്യയുടെ കൂടെ നിൽക്കണം എന്ന് അബ്ദുൽ കലാം ആസാദിനോടൊപ്പം അബ്ദുറഹ്മാൻ സാഹിബിനോടൊപ്പം മൊയ്ദു മൗലവിനോടൊപ്പം പറഞ്ഞ മുസ്ലിം മജ്ലിസ് പാർട്ടിയുണ്ട്, കോൺഗ്രസിൻ്റെ പാർട്ടി തന്നെ. അവരെയാണ് ദേശീയവാദി മുസ്ലിങ്ങൾ എന്ന് പണ്ട് ഇവർ കളിയാക്കിയത്. അവസാനം ആര് ശരിയായി? ജിന്ന ലീഗും കൊണ്ടുപോയി മറ്റവന്മാർ ഇവിടെ കിടന്നു. അവസാനം ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് IUML ആയപ്പോൾ നമ്മളെ വല്യാപ്പാൻ്റെയൊക്കെ ഓൾ ഇന്ത്യ മജ്ലിസ് പാർട്ടിയുണ്ട്, അവരെ ലൈനാണ് എടുത്തത്, ദേശീയവാദികളായി. അന്ന് മൊത്തം ഇവിടെ UDF കുടിയേറിയപ്പോൾ ഈ ദേശീയവാദികളായ മുസ്ലിങ്ങൾക്ക് സ്ഥാനമല്ലാതെ കോൺഗ്രസ്സിൽ. അതാണ് മലബാറിൽ ഇപ്പം കോൺഗ്രസ് വളരാത്ത ഒരു പ്രധാനപ്പെട്ട കാരണം. മൊത്തം ലീഗിന് അങ്ങ് എഴുതി കൊടുത്തു. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് ദേശീയവാദികൾ എന്ന് പറയുന്നത്. അബ്ദുള്ള കുട്ടി എന്താണ്? അബ്ദുള്ള കുട്ടിയെ നായനാർ മുസ്ലിങ്ങളെ ആകർഷിക്കാൻ വേണ്ടി കണ്ടുപിടിച്ചിട്ടുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു. അയാളുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ രാഷ്ട്രീയമായ അധികാരം മാത്രമാണ്. മൂപ്പർ ഒരിക്കലും രാഷ്ട്രീയ പാർട്ടികളുടെ പേര് പറയും. മൂപ്പർ അരിവാള്, കൈപ്പത്തി, താമര എന്നേ പറയുള്ളൂ. മൂപ്പർ കഥയൊക്കെ പറയാൻ അറിയുള്ളൂ. അവർ വളർത്തിക്കൊണ്ടുവന്ന്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അങ്ങനെ അബദ്ധം പറ്റി. അത് തന്നെ സുധാകരൻ കാണിച്ചു, അതിനെ ഇപ്പോൾ BJPക്കാരും കാണിക്കുന്നു. അത് ദേശീയവാദിയല്ല, ഓപ്പർച്യൂണിസ്റ്റാണ്. ദേശീയവാദി ദേശീയത കേന്ദ്രത്തിൽ ആര് ഭരിക്കുന്നു എന്നുള്ളതല്ല, രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുക. അങ്ങനെ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന മുസ്ലിങ്ങളാണ് ദേശീയവാദി മുസ്ലിങ്ങൾ. അപ്പോൾ ദേശീയവാദി ഹിന്ദുക്കൾ എന്ന് പറഞ്ഞുകൊണ്ടെന്ന് ചോദിക്കും. അതിനൊരു പ്രശ്നമുണ്ട്. ഈ ഒരു വാക്ക് കോയിൻ ചെയ്യപ്പെട്ട സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലഘട്ടത്തില്ല. മുസ്ലിങ്ങൾ നല്ലൊരു പങ്ക് പാകിസ്ഥാന് വേണ്ടി വാദിച്ചു, ഹിന്ദുക്കൾ ഇന്ത്യക്ക് വേണ്ടി തന്നെ നിന്നു. അപ്പോൾ നമ്മളെ കൂട്ടത്തിൽ കുറേ എണ്ണം ഇങ്ങനെ വാദിച്ചതിനുള്ള പാശ്ചാത്യം എന്ന രീതിയിലാണ് നമുക്ക് ദേശീയവാദികൾ എന്ന് പേര് വന്നത്. അത് നിങ്ങൾക്ക് ഇന്ന് ദേശീയവാദി മുസ്ലിങ്ങൾ എന്ന് വിളിക്കുന്ന ആ ഒരു ദേശീയവാദികളായ ആളുകളെ ഇനി അതിൽ വിഷമിക്കുകയും വേണ്ട. കാരണം ഈ രീതിയിൽ സമുദായത്തിന് മൊത്തം ചീത്തപ്പേരുണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ മുസ്ലിങ്ങളായിരിക്കുമ്പോൾ സ്വാഭാവികം അവന്മാർ ചെയ്ത തെറ്റിന് നമ്മൾ പാശ്ചാത്യം ചെയ്യുന്നത് നല്ലതാണ്.